ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെള്ളരിക്ക കറിയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാനിവിടെ ഒരു പകുതി വെള്ളരിക്കയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിനുള്ള തേങ്ങ ഞാനിവിടെ അരമുറി തേങ്ങയും അതുപോലെ 3 ടീസ്പൂൺ പച്ചക്കടുകൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ വെള്ളരിക്ക നന്നായിട്ടൊന്ന് കഴുകി ഒരു ചട്ടിയിലേക്ക് എടുത്തിടുക. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിനുള്ള വെള്ളം, അതായത് ഈ ഒരു കൂട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. സവോളയും അതുപോലെ നമ്മുടെ പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി എല്ലായിടത്തേക്കൊന്ന് വറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടണം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ. ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകണം. അപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കറി റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയൊരു പുളി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അത് തീ ഓഫ് ചെയ്തിട്ട് വേണം ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തൈര് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനുള്ള കടുക് പൊട്ടിക്കാം. ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും 2 എണ്ണം പൊട്ടിച്ചിട്ടാൽ നല്ലതായിരിക്കും. ഞാനിവിടെ അത് യൂസ് ചെയ്യുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാണ്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇളക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി പെട്ടെന്ന് ഇതൊന്ന് വറന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഈ ഉള്ളി ഇവിടെ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ചട്ടിയിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടിത് ചട്ടിയിൽ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.